സൈഡിൽ ബോർഡർ ലൈൻ ഉണ്ട്. ആ ബോർഡർ ലൈൻ നിനക്ക് എപ്പോഴും എവിടെ കീപ്പ് ചെയ്യണം? നിന്റെ ഈ കൈയുടെ അടുത്ത്. നമ്മൾ ഇന്ന് നോക്കുന്ന സമയത്ത് നിന്റെ കൈയുടെ അടുത്തായിട്ട് ആര് കാണും? ആ ബോർഡർ ലൈൻ കാണും. അപ്പൊ നിന്റെ മനസ്സിൽ വിചാരിക്കുന്നതാണ് നിന്റെ വണ്ടി എവിടെ തന്നെ ഉണ്ടെന്നാണ്. ഏതോ സൈഡ് കീപ്പ് ചെയ്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നീ ആ ബോർഡർ ലൈനും റോഡിന്റെ അകത്ത് ബോർഡർ ലൈനും നിന്റെ ഈ കൈ തമ്മിൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? വണ്ടി ഇപ്പോ റൈറ്റ് സൈഡിലോട്ട് കയറിക്കൊണ്ടിരിക്കുക. അപ്പൊ റോഡ് ആ ബോർഡർ ലൈനിന്റെ ലൈൻ നിന്റെ കയ്യിലത്തുണ്ടെങ്കിൽ ഈ ടൈപ്പാണ് ബോർഡർ ലൈൻ കീപ്പ് ചെയ്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വേറെ ആരും പേടിക്കണം. അപ്പൊ റോഡിന്റെ വലത് സൈഡ് ജഡ്ജ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? റൈറ്റ് സൈഡിലെ കൈ നോക്കണം. ആ കൈ കൂടെ ഒരു വര വരയ്ക്കുമ്പോൾ ആ വര ഏതൊക്കെയാണോ പാസ് ചെയ്യുന്നത് ആ ഭാഗത്ത് എന്താണോ കാണുന്നത് അവിടെ ആരുള്ളത് വണ്ടിയുടെ വലത് റൈറ്റ് ഭാഗമുള്ളത്. ഇനി റോഡിന്റെ അവിടെ ഒരാള് നടന്നു വരികയാണ്. അപ്പൊ നമ്മള് വണ്ടി തട്ടുമില്ല എങ്ങനെ മനസ്സിലാവും? റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് നമ്മളിപ്പോ വണ്ടി തട്ടുമില്ലെന്ന് ആദ്യം നോക്കുന്നത് ഈ കൈ ഈ കൈ. അപ്പൊ ഇവിടെ നോക്കുന്നത് ഹാഫ് സർക്കിൾ കാണുന്നു. ഇതിനകത്ത് എവിടെ ഒരാളെ കണ്ടാലും നമ്മൾ വണ്ടി എന്ത് ചെയ്യും? ഇടിക്കും. അപ്പൊ അതിനർത്ഥം എന്താണ്? ഇടിക്കും. അപ്പൊ ആ ആളിനെ നമ്മൾ എന്ത് ചെയ്യണം? ആളെ ഇവിടെ എളുപ്പം ആളിനെ കണ്ടോ നമുക്ക് തട്ടരുത്. നമ്മൾ എങ്ങോട്ട് തിരിയണം? വലത്തോട് തിരിയും. അപ്പൊ വണ്ടി വലത്തോട് കയറി പോയതിനെ കൂടെ ആളെവിടെ വരും? ഇങ്ങനെ വന്ന് 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 ഈ കൈയുടെ ഇപ്പുറത്ത് വരും. അപ്പൊ അതിനർത്ഥം എന്തായി? നമ്മൾ തട്ടും. ഇത്രയും കാര്യം ഓക്കെയാണ്. ഇത് നിങ്ങൾ അനുസരിച്ച് വേണം ഓടിക്കും. ഇതാണ് സ്റ്റിയറിംഗ് ബാലൻസിന്റെ ആദ്യത്തെ വേണ്ടത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നിനക്ക് ഏത് വണ്ടി എത്ര വീതിയുള്ള വണ്ടിയാണെന്ന് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏത് സൈഡിൽ കൂടെ റോഡിൽ കയറി പോകാൻ പറ്റും.